മലയാളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായകനുണ്ട്. പക്ഷെ നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് തോമസ് എന്നാണ്. സത്യത്തിൽ നമ്മൾ അടൂരിനെയോ അല്ലെങ്കിൽ അരവിന്ദനെയോ അല്ലെങ്കിൽ ജോൺ എബ്രഹാമിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് നിരവധി രഞ്ജിത്തിനെ പോലെയുള്ള നിരവധി സംവിധായകരെയൊക്കെ നമ്മൾ അറിയും. ഇദ്ദേഹത്തെ യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം എനിക്കെതിരെ ഒരു വീഡിയോയിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ തിരികെ വീഡിയോ ചെയ്തേക്കും എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ബിരിയാണി പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ കഞ്ഞിയെങ്കിലും കൊടുക്കണ്ടേ, നമ്മുടെ കയ്യിലുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ പരാമർശങ്ങൾ ആദ്യം കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം എത്രത്തോളം വികലമാണെന്നും എത്രത്തോളം വിവരക്കേടാണെന്നും ഒക്കെ നമ്മൾ കേട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. അദ്ദേഹം പറയുന്ന ചില കമൻറ്റുകൾ ഏറ്റവും ആദ്യം തന്നെ കേൾക്കണം. അദ്ദേഹം ആദ്യം പറയുന്നത് NS മാധവനെ കുറിച്ചാണ്, അതിനുശേഷം എന്നെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷം തോന്നി. കൂടാതെ എനിക്ക് ആകെയുള്ള പരാതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തംബ്നെയിലിൽ എൻ്റെ ഫോട്ടോ താഴെയാണ് വെച്ചത്. എൻ്റെ ഫോട്ടോ കുറച്ചുകൂടി മുകളിൽ വെക്കേണ്ടതായിരുന്നു, കുറച്ചുകൂടി പ്രോമിനൻസ് കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നൊരു പരിഭവം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുന്നത്, ഇദ്ദേഹം മറുനാടനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അന്നേരം തന്നെ എനിക്ക് അതിലൊരു അസ്വാഭാവികം തോന്നി. കാരണം മറുനാടനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുകയും തിരിച്ച് മറുനാടൻ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒരു വീഡിയോ ഇടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൃത്യമായി ഇത്രത്തോളം വേറെ ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല, കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റീച്ച് കുറച്ചുകൂടി കൂടി എന്നുള്ളത് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ഞാനുമായിട്ട് ഒരു തവണ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വക്കേറ്റ് KM ഷാജഹാനുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇദ്ദേഹം വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്നൊരു 10 മിനിറ്റ് ഞങ്ങൾ കണ്ട് സംസാരിച്ചു. പിന്നെ 2-3 തവണ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആ സിനിമകളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കണം, അതിഗംഭീരമായിട്ടുള്ള സിനിമകളാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നോക്കട്ടെ. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ കുറച്ച് കേട്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. വൻ വിജയം കരസ്ഥമാക്കി. റിസൾട്ടിൽ നിന്ന് വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് UDFന്റെ വിജയം. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ചില സാഹിത്യ നായകന്മാരെ കുറിച്ചും ചില സാംസ്കാരിക നായകന്മാരെ കുറിച്ചും ചില മാധ്യമ പ്രവർത്തകർ. അദ്ദേഹത്തിൻ്റെ ഹെഡിങ് എന്നാന്ന് പറഞ്ഞാൽ സാംസ്കാരിക പരമനായകർ എന്ത് പറയും എന്ന് ചോദിച്ചുകൊണ്ടാണ്. അതായത് പരമനായക എന്നിട്ടിട്ട് ബാക്കി ബ്രാക്കറ്റിൽ എന്നിട്ടിട്ട് എന്ത് പറയുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ആ വീഡിയോയിലാണ് അദ്ദേഹം എന്നെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. അതിലേക്ക് വലിയ സന്തോഷമുണ്ട്. ബാക്കി കേൾക്കാം. എന്ന് അഭിമാനിക്കുന്നവരെ കുറിച്ചുമാണ് ആദ്യം ഞാൻ സംസാരിക്കുന്നത്. NS മാധവനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചു, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ അടുത്ത് കത്തച്ച് കിടന്നാലോ. കാരണം അയാളുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് തന്നെ അദ്ദേഹത്തിന് എത്ര വിവരക്കേടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിചാരിച്ചു NS മാധവൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് കത്തിച്ച് കളയാം. പുസ്തകങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ NS മാധവൻ ഇടതുപക്ഷം ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് പുസ്തകങ്ങൾ കത്തിക്കാൻ തോന്നിയത് എന്നുള്ളതാണ് ഏറ്റവും ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം തന്നെ എന്ത് ബോധക്കേടാണ്, വിവരമില്ലായ്മയാണ്, എന്ത് രാഷ്ട്രീയ ബോധ്യമില്ലായ്മയാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കണം. LDF 75 സീറ്റ് ജയിക്കുന്നു. ഇതിന് മറുപടി പറയുന്നത് മെയ് 4 ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വൈകിയത്. പുസ്തകങ്ങൾ ഞാൻ ഈ മെയ് 4 വരെ പുള്ളി വെയിറ്റ് ചെയ്തതെന്നാന്ന് മനസ്സിലായി. പുള്ളിക്ക് പോലും ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് മെയ് 4 ശേഷം പറയാം. കാരണം മെയ് 4 അങ്ങനെ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷൻ കൂടി പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഇത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി മുഴുവൻ പറഞ്ഞു കഴിയും. കത്തച്ചില്ല. കാരണം NS മാധവൻ എഴുതിയതാണെങ്കിലും അക്ഷരങ്ങളോട് ചെയ്യുന്ന ഒരു ചതിയാണ് വൻ. അതായത് NS മാധവൻ്റെ ഒരു പ്രവചനം കണ്ടപ്പോൾ തന്നെ പുള്ളി NS മാധവൻ്റെ പുസ്തകങ്ങളെടുത്ത് കത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എൻ്റെ പൊന്നു ജോസ് തോമസ് ഇങ്ങനെയൊക്കെ പറയരുത്. കാരണം ജോസ് തോമസ് അറിയേണ്ടത്, ജോസ് തോമസിൻ്റെ സിനിമകൾ ഏതാണെന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാം. അതിലൊന്ന് എന്ന് പറയുന്നത് മായാമോഹിനിയാണ്. പിന്നെ ഒരെണ്ണം സ്വർണ്ണക്കടുവ എന്ന് പറയുന്ന ബിജുമേനൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ബിജുമേൻ്റെ കൊച്ചുങ്ങൾ വരെ ഇപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ബിജുമേനെ എന്ത് ചെയ്യും, ഫാദറിനെ വിളിക്കും എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് ആ സ്വർണ്ണക്കടുവയൊക്കെ. പിന്നെ ഒരെണ്ണം ഉദയപുരം സുൽത്താൻ എന്ന് പറയുന്ന സിനിമയാണ് 1999 ഇറങ്ങി. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ TV കത്തിക്കാനാണ് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ സ്വന്തം വീട് കത്തിക്കാൻ തോന്നും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ജോസ് തോമസ് മനസ്സിലാക്കണം, താങ്കളുടെ സിനിമയൊക്കെ കണ്ടിട്ട് ഞങ്ങളൊന്നും കത്തിക്കാതെ ഇവിടെ ഇരിക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യണം ജോസ് തോമസ്, കൺട്രോൾ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റു 2 സിനിമകളുണ്ട്. അതിലൊന്ന് സുന്ദര പുരുഷൻ എന്നുള്ളതാണ്. കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിലാണ് കണ്ടെങ്കിൽ തിയേറ്റർ തന്നെ കത്തിക്കാൻ തോന്നും. ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. തിയേറ്ററിൽ കാണുമ്പോൾ ഒരു വലിയ പ്രശ്നം കൂടി ഉണ്ട് എറണാകുളത്തെ തിയേറ്ററിൽ. ഇന്നത്തെ പോലെയുള്ള മാളുകളല്ല. ആ തിയേറ്ററിലൊക്കെ നമ്മൾ കാണുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ കാർ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. പിന്നെ ഷോ വിട്ടാലേ നമുക്ക് കാറുമായിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ തിയേറ്ററും കത്തിക്കാൻ തോന്നും, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് തോന്നും പോട്ടെ പുല്ല് എന്ന് പറഞ്ഞ് കാറും കത്തിക്കാൻ തോന്നും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഒരു ജില്ല തന്നെ കത്തിച്ചാൽ കൊള്ളാൻ തോന്നിയൊരു സിനിമയുണ്ട് ഇദ്ദേഹത്തിന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൃംഗാരവേലൻ എന്ന് പറയുന്ന സിനിമയാണ്. അങ്ങേയറ്റം ദ്വയാർത്ഥ പ്രയോഗങ്ങളും വൃത്തികേടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് NS മാധവൻ്റെ ബുക്കിനൊന്നും കുഴപ്പമില്ലല്ലോ, ആ ബുക്കൊക്കെ നല്ല ബുക്ക് തന്നെയല്ലേ പ്രിയപ്പെട്ട ജോസ് തോമസേ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ബുക്കൊന്നും കത്തിക്കണ്ട, ബുക്ക് അവിടെ ഇരിക്കട്ടെ. കാരണം അക്ഷരങ്ങളോട് കാണിക്കുന്നത് തെറ്റായിരിക്കും. സത്യം പറഞ്ഞാൽ ജില്ലയൊക്കെ കത്തിക്കാൻ ആളുകളോട് കാണിക്കുന്നത് തെറ്റായിരിക്കും എന്ന് പോലും വിചാരിച്ചിട്ടല്ല. നമ്മൾ ജയിലിൽ പോകണ്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യാത്തത്, പേടിച്ചിട്ട്. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ ചെയ്യാൻ. അതാണ് ശൃംഗാരവേലനൊക്കെ താങ്കളുടെ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു തോന്നൽ എന്ന് പറയുന്നത്. എന്താണെങ്കിലും ബാക്കി കൂടി നമുക്ക് കേൾക്കാം. കുറച്ച് വിദഗ്ധ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പുസ്തകങ്ങൾ കത്തിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് വെറുക്കുക. ഒരു ഉന്നതനായ ഒരു സാഹിത്യകാരൻ ഇങ്ങനെ അടിമയാകാൻ പാടുന്നു. CPM അടിമ, അല്ലെങ്കിൽ പിണറായി വിജയൻ അടിമ, അത്തരം ഒരുപാട് അടിമകൾ യൂട്യൂബർമാരിലും മാധ്യമപ്രവർത്തകരും ഉണ്ടാവാം. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഉടനെ തന്നെ NS മാധവൻ എന്ത് ചെയ്തിരിക്കുന്നു, അടിമയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോ ബാക്കിയുള്ളതൊന്നും വായിച്ചാൽ പുള്ളിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഈ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ അതിഗംഭീരമായിട്ടുള്ള ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ ജോസ് തോമസ് ഒന്ന് കണ്ടു നോക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. കാരണം ഇത് ഒരു അത്രത്തോളം താങ്കൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പിന്നെ ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നൊരു കാര്യം, മെയ് 4 റിസൾട്ട് വരുമ്പോൾ ഈ റിസൾട്ട് ഇദ്ദേഹം പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം LDFിനോട് മാപ്പ് പറയണം എന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മൾ നാളെ ആര് ജയിക്കുന്നു അവരെല്ലാം ശരിയാണെന്ന് വിചാരിക്കാൻ പറ്റുമോ ജോസ് തോമസ്? അതായത് ട്രംപ് അധികാരത്തിൽ വന്നു അപ്പോൾ ട്രംപ് എല്ലാം നല്ലതാണെന്ന് വിചാരിക്കാൻ പറ്റൂ? അതുപോലെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു അപ്പോൾ നരേന്ദ്രമോദി നല്ലതാണെന്ന് വിചാരിക്കും? ഓരോ 5 കൊല്ലം കഴിഞ്ഞ് ആളുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിലപാടും മാറും. അതപ്പം ജനങ്ങൾ ചില തെറ്റിദ്ധാരണകളിലോടത്തൊക്കെ വോട്ട് ചെയ്യാം. അത് ജോസ് തോമസ് ആദ്യം വരെ മനസ്സിലാക്കണം. അല്ലാതെ രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ ഒരു അരികു പോലും ഇല്ലാത്തതുകൊണ്ടാണ് ജോസ് തോമസ് ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറയുന്നത്. ഇനി എന്നെക്കുറിച്ച് പറയുന്ന ചില കമൻറ്റുകൾ കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കൂടി വരാം. ഈ ചാനൽ നടത്തിപ്പവർ മനസ്സിലാക്കുന്നതാണ്. ഇനി ഞാൻ ഒരാളെ കുറിച്ച് പറയുന്നത് രതീഷ് ചക്രവാണി. ഞാൻ ഈ രതീഷ് ചക്രവാണി എന്ന് പറഞ്ഞിട്ട് കാണിച്ചേക്കണ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഏതാണ്ട് ജോസ് തോമസിന് ഉമ്മം വെക്കാതെ നിൽക്കണ പോലെയുള്ള ഫോട്ടോയാണ് കൊടുത്തേക്കണം. കുറച്ചുകൂടി നല്ല ഫോട്ടോ കൊടുക്കണം. ഒന്ന്, രണ്ടാമത്തേത് തമ്പനെയിലിൽ കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ള ഫോട്ടോ കൊടുക്കണം എന്നാണ് എനിക്ക് ജോസ് തോമസിനോട് പറയാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് കേൾക്കാം. കണ്ടിട്ടുണ്ട്, സംസാരിച്ചു. അദ്ദേഹം ആദ്യം LDFിനെതിരായിരുന്നു, പിന്നീട് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യും LDFിനെതിരായിരുന്നു എന്നുള്ളത് താങ്കളുടെ വിവരക്കെട്ട തോന്നലാണ്. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണുകയും വിമർശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാനങ്ങനെ ചെയ്തില്ല എന്നുള്ളത് വാസ്തവമാണ്. അത് ഞാൻ ഷിഫ്റ്റ് ചെയ്തത് കൊണ്ടല്ല ജോസ് തോമസേ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വളരെ കൃത്യമായ ചില ചാനലുകളുടെയും മീഡിയകളുടെയും പ്രോ സംഘപരിവാർ യൂട്യൂബ് ചാനലുകളുടെയും ഒക്കെ സഹായത്തോടു കൂടി പിണറായി വിജയൻ സർക്കാരിനെയും അതുപോലെ CPMനെയും ഒക്കെ തകർക്കാനുള്ള ശ്രമമുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ആദ്യം അവർ CPMനെയും പിന്നീട് കോൺഗ്രസിനെയും തകർത്തുകൊണ്ട് BJP പോലെയുള്ള സംഘപരിവാർ പോലെയുള്ള ശക്തികളും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ശക്തികളും ഒക്കെ കരുത്താർജിക്കും എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ നിലപാടുകൾ മാറ്റിയത്. ഒന്ന്. ഇനി രണ്ടാമത്തേത്, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പിരിഞ്ഞു പോയതിൻ്റെ കാര്യം പോലും താങ്കൾക്കും എനിക്കും അറിയാവുന്ന പല സുഹൃത്തുക്കളും പിരിഞ്ഞു പോയതിൻ്റെ കാര്യം, അവരെല്ലാവരും തന്നെ പിണറായി വിരുദ്ധത കൊണ്ട് അന്ധരായി പോവുകയും അവരെല്ലാം ഇൻഡയറക്റ്റായി BJPയെയും അവരുടെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുവാണെന്ന് താങ്കൾക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളോട് എനിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. എനിക്ക് കേരളം നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. ഇനി രണ്ടാമത്തെ കാര്യം താങ്കൾ അറിയേണ്ടത്, ഞാൻ ഈ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം UDFന് 100 സീറ്റുകൾ കിട്ടിയാൽ എന്തായിരിക്കും എന്ന് ചോദിച്ചുകൊണ്ടുകൂടി ഞാൻ കാര്യം ചെയ്തിട്ടുണ്ട്. എനിക്കത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഒരാളാണ്. അതുകൊണ്ട് താങ്കൾക്ക് അറിയാൻ പാടില്ലാത്തതിനെക്കുറിച്ച് താങ്കൾ എന്ത് ചെയ്യാണ്, അതിവൈകാരികമായി രോഷം കൊള്ളുകയാണ്. താങ്കൾ പക്ഷേ ഏറ്റവും കുറഞ്ഞ മനസ്സിലാക്കണം, ഇങ്ങനെ ഈ നാട്ടുകാരൊക്കെ രോഷം കൊണ്ടിരുന്നുവെങ്കിൽ താങ്കൾ ഇവിടെ ബാക്കി ഉണ്ടാവില്ലായിരുന്നു എന്ന് താങ്കളൊന്ന് ആലോചിക്കണം. കാരണം ശൃംഗാരവേലനും ഉദയപുര സുൽത്താനും സ്വർണ്ണക്കടുവയും ഒക്കെ സുന്ദര പുരുഷനും ഒക്കെ സഹിച്ചവരാണ് ഞങ്ങൾ. മനസ്സിലായ? ആ താങ്കൾ അത്തരത്തിലുള്ളൊരു ഒരു ഈ പറഞ്ഞ പോലെ നിയന്ത്രണം താങ്കൾക്ക് വേണം. അതൊക്കെ സഹിച്ച പാവപ്പെട്ട സാധാരണക്കാരായ പ്രേക്ഷകരിൽ ഒരാളാണ് ഞാനും, ഇത് കേട്ടിരിക്കുന്ന പലരും. ഓക്കെ, പ്രവർത്തകനായി. മെയ് 2-ാം തീയതി അദ്ദേഹം വീഡിയോയിൽ കണക്ക് വെച്ച് പറയുകയാണ്, ഇന്ത്യയിലെമ്പാടുമുള്ള 8 ഇലക്ഷൻ പ്രവചനം നടത്തിയ ആളാണ് ഞാൻ. വോട്ടിംഗ് ശതമാനം വെച്ച് അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ച് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ 78 സീറ്റുമായി LDF വരും. LDFന്റെ 3 മന്ത്രിമാരുടെ ബാക്കി എല്ലാവരും ജയിക്കും എന്ന് അയാള് ജനങ്ങളോട് പറയുകയാണ്. ഞാനിതിന് മറുപടി
4-ാം തീയതിക്ക് ശേഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. 4-ാം തീയതിക്ക് ശേഷം ഒന്നും പുള്ളിക്ക് പോലും ഉറപ്പുണ്ടായില്ല. അപ്പം പേടിച്ചിട്ട് പുള്ളി എന്ത് ചെയ്യാം, 4-ാം തീയതി വരെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, മിസ്റ്റർ രതീഷ് ചക്രവാണി, നിങ്ങളൊക്കെ ഈ പണി നടത്തണം. എന്നോട് പണം മേടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ പ്രതിഫലമെങ്കിലും കിട്ടിക്കാണുമല്ലോ. അതിനുള്ള നന്ദി പ്രകടനമായി കണക്കൂട്ടുക. 4-ാം തീയതി സത്യം അറിയാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെ ഭയരഹിതരാക്കാൻ ശ്രമിച്ചതാണോ അതോ LDF-നെയോ MP ഗോവിന്ദിനെയോ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതാണോ? രതീഷ്, ഇത് അദ്ദേഹത്തിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിചാരം എന്ന് പറയുന്നത് പണം മേടിച്ച് മാത്രമാണ് എല്ലാ ആളുകളും കുരക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ അദ്ദേഹം ചില വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പണം കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഒന്ന്. ഇനി അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മയിലെണ്ണ പോലെയുള്ള നട്ടല്ലുമായിട്ട് നിൽക്കുന്നതാണ് ശീലം. അദ്ദേഹം മാക്ടയിലോ കിക്ടയിലോ ഏതാണ്ടിലൊക്കെ സംഘടനയിലുണ്ട്. താങ്കളുടെ നിലപാട് എന്താണ് സർ? ഈ പറയുന്ന പോലെ മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിലപാട് എന്താണ്? ദിലീപ് കേസിൽ താങ്കളുടെ നിലപാട് എന്താണ്? ഇതെല്ലാം പോട്ടെ, ഇപ്പോൾ താങ്കൾ UDF-ൻ്റെ മറ്റേ BD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒക്കെ കൂപ്പുകൈ എന്ന് പറഞ്ഞോ കൂപ്പുകാലെന്നൊക്കെ പറഞ്ഞ് വീഡിയോട്ടുണ്ടല്ലോ. താങ്കളുടെ നിലപാട് എന്താണ്? ഈ പറയുന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല ഫണ്ടടിച്ച് മാറ്റിയതിനെ കുറിച്ച് താങ്കളുടെ നിലപാട് എന്താണ്? ഒരു ദുരന്ത മുഖത്ത് നിന്ന് ആ ദുരന്തം വിറ്റ് കാശാക്കി പറഞ്ഞ ഫണ്ട് പിരിച്ച് പോക്കറ്റിലിട്ട തന്നെ അടിച്ചു മാറ്റിയതിനെ കുറിച്ച് താങ്കളുടെ നിലപാട് എന്താണ്? താങ്കൾക്ക് എന്തെങ്കിലും വാ തുറക്കാനുള്ള നാക്ക് ഈ പറഞ്ഞ പോലെ മനക്കാനുള്ള ധൈര്യമുണ്ടോ താങ്കൾക്ക്? ആ ധൈര്യമില്ലാത്ത താങ്കൾ എന്നെ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ളത് മാത്രമേ പ്രിയപ്പെട്ട ജോസ് തോമസിനോട് പറയാനുള്ളൂ. താങ്കൾ എന്നിൽ പറഞ്ഞിരുന്നു, ഞാൻ ചിലപ്പോൾ മറുപടി പറയായിരിക്കുന്നു. ആരാണെങ്കിലും ശരി, അത് എത്ര ഉന്നതനാണെങ്കിലും ശരി, വളരെ വസ്തുതാപരമായി കൃത്യമായി മറുപടി പറഞ്ഞിട്ട് പോളൂ. മറുപടി പറഞ്ഞ ബോധ്യമുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ പണി നിർത്തണമെന്ന് താങ്കൾ പറഞ്ഞത്. പണി ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, അത് ബാക്കിയുള്ളത് കൂടി കേട്ടിട്ട് പറയാം. അത് ഒരു ഇലക്ഷൻ പ്രിഡിക്ഷൻ തെറ്റിപ്പോയതുകൊണ്ട്, അല്ലെങ്കിൽ അത് തെറ്റിയെന്ന് തന്നെ വിചാരിക്കും. തെറ്റി എന്നുള്ളത് ഞാനത് മാറ്റി പറയേണ്ടെന്ന് വിചാരിച്ചു, അതവിടെ നിന്നോട്ടെ. തെറ്റിയെന്ന് തന്നെ വിചാരിച്ചു. ആ തെറ്റിപ്പോയതുകൊണ്ട് താങ്കൾ അറിയേണ്ടത് എൻ്റെ പണി നിർത്തണമെന്നാണ്. അങ്ങനെ പറയണമെങ്കിൽ ജോസ് തോമസ്, ഇതിൽ എത്ര സിനിമ പൊട്ടി താങ്കളുടെ? അപ്പോൾ താങ്കൾ എന്നേ പണിയെടുത്തിട്ടാണ്. സത്യത്തിൽ താങ്കൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിരിവെടുത്ത കാശുമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കാശ് തന്നാണ്. കാരണം വെച്ചാൽ തിയേറ്റർ കത്തിക്കുക, ജില്ല കത്തിക്കുക, TV കത്തിക്കുക, എത്ര ദുരന്തമാണ്. അപ്പോൾ അതിനേക്കാൾ ചെറിയ എമൗണ്ട് ഞങ്ങൾ എല്ലാവരും തരാം. അത് താങ്കൾ മനസ്സിലാക്കി. അപ്പോൾ താങ്കൾ ഈ പറയുന്ന ഏതെങ്കിലും സിനിമ വിജയിച്ചതാണോ? ഇതിൽ ഞാൻ കേട്ടിട്ടില്ല. ആകെ മായാമോഹിനി എന്ന് പറഞ്ഞൊരു സിനിമ വിജയിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ഒരു സിനിമ വിജയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വിജയിക്കാത്ത താങ്കൾ പറയുകയാണ് ഞാനൊരു പണിയെടുത്ത് പോകുന്നത്. ഇനി താങ്കളെ അറിയാൻ വേണ്ടി അടുത്തൊരു വാചകം പറയാം. ഈ ഇന്ത്യയിൽ ഇന്ന് വരെ ഇലക്ഷൻ്റെ പ്രഡിക്ഷൻ നടത്തുന്നതിൽ 10-ൽ 8 ശരിയാക്കിയവരുണ്ടാവും, 7 ശരിയാക്കിയവരുണ്ടാവും. അല്ലാതെ 100-ൽ 100% ശരിയാക്കി ആരുമില്ല. പക്ഷെ താങ്കളെപ്പോലുള്ള ആളുകളുടെ തരികിട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരെണ്ണം തെറ്റിപ്പോകുമ്പോൾ താങ്കളുടെ അഭിപ്രായവുമായിട്ട് ചേർന്ന് നിൽക്കാത്തതായതുകൊണ്ട് ഞാൻ പണം മേടിച്ചിട്ടായിരിക്കുമെന്നും ഞാൻ അതിൻ്റെ നന്ദി കാണിച്ചിട്ടായിരിക്കുമെന്നൊക്കെ വെറുതെ വായിട്ടടിക്കുന്ന പോലെ താങ്കൾ എന്ത് ചെയ്യും? ഇതങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അതെന്നെ ഇഷ്ടമില്ലാത്തവരൊക്കെ ചെയ്യും. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പുള്ള നിരവധി കാര്യങ്ങൾ, നിരവധി പ്രഡിക്ഷൻസ് കൃത്യമായി നടത്തിയ ഒരാളാണ്. ആ നടത്തിയത് കൃത്യമായിട്ട് ഇപ്പോഴും വീഡിയോകളിൽ യൂട്യൂബുകളായി അവൈലബിൾ ആണ്. മനസ്സിലായോ? അതിന് താങ്കൾ അടുത്തൊരു വാചകം കൂടി പറയണ്ട, എന്നിട്ട് എനിക്ക് ബാക്കി പറയാനുണ്ട്. ചക്രവാണി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനോട് എനിക്കൊരു റെസ്പെക്ട് ഇട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ കളഞ്ഞു കുടിച്ചു. നിങ്ങൾ എനിക്കെതിരെ വീഡിയോ ചെയ്താലും കുഴപ്പമില്ല, പറയണമല്ലോ. ഇത് നിങ്ങൾ ഏത് രീതിയിലാണ് അനലൈസ് ചെയ്യുന്നത്? CP രാജൻ എന്ന് പറയുന്ന ഒരാളുടെ ഇലക്ഷൻ പ്രവചനം, ഒന്ന് അദ്ദേഹം പറയുന്നത് എന്നോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ്. അത് പോയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. കാരണം സത്യം പറഞ്ഞാൽ താങ്കളെ പരിചയപ്പെടുമ്പോൾ ഈ ശൃംഗാരവേലിൻ്റെയൊക്കെ ഡയറക്ടറാണ് താങ്കൾ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ താങ്കളുടെ ഈ റെസ്പെക്റ്റ് ഞാൻ പണ്ടേ തന്നെ എന്ത് ചെയ്ത് വേണ്ടെന്ന് വെച്ചേരെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അദ്ദേഹം പറയുന്നത് CP റാഷിദിനെ കുറിച്ചാണ്, അതുകൂടി കേൾക്കാം. ഞാനെടുത്ത് വീഡിയോ ചെയ്തു. നല്ല കാഴ്ചക്കാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവചനം 102 സീറ്റ് വരെ UDF-ന് കിട്ടാമെന്നായിരുന്നു. കൃത്യമായി അത് കിട്ടി. NDA-ക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്, പക്ഷേ 3 സീറ്റ് വരെ കിട്ടാമെന്ന് പറഞ്ഞു. ആ 3 സീറ്റ് കിട്ടി. വോട്ടിങ്ങിന് ശേഷം കൃത്യമായി അനലൈസ് ചെയ്യുന്നവരുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ CP റാഷിദിനെ കുറിച്ചാണ്. CP റാഷിദ് നേരത്തെ പണി നിർത്തണമെന്ന് താങ്കൾ പറഞ്ഞാനല്ല ജോസ് തോമസ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തതുകൊണ്ടാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CP റാഷിദിൻ്റെ പ്രവചനം എന്തായിരുന്നു താങ്കൾക്കറിയുമോ? ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്, എടുത്തു നോക്ക്. താങ്കൾക്ക് തന്നെ പരിചയമുള്ള ക്രൈം ഓൺലൈനിലെ നന്ദകുമാറിന് ഞാൻ കഴിഞ്ഞ ലോക്സഭയിലേക്ക് കൊടുത്തിട്ടുള്ള പ്രവചനമുണ്ട്. ആ പ്രവചനത്തിൽ ഞാൻ BJPക്ക് സീറ്റ് കുറയുമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് 1 മാസം മുമ്പ് കൃത്യമായി പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. ആ പറഞ്ഞത് കൃത്യമായി, എൻ്റെ പ്രവചനം വളരെ കൃത്യമായി അന്ന് ശരിയാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ശരിയായപ്പോൾ താങ്കൾ അറിയേണ്ടത് ഈ CP റാഷിദിൻ്റെ പ്രവചനം എന്തായിരുന്നു എന്നുള്ളത് താങ്കളൊന്ന് എടുത്തു നോക്ക്. ആ CP റാഷിദിൻ്റെ പ്രവചനം നന്നായി തെറ്റിപ്പോയൊരു കാര്യമാണ്. അതിൽ ഞാൻ CP റാഷിദിനെ തെറ്റു പറയാനൊന്നുമില്ല.
അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ ചിലപ്പോൾ 10 2 തെറ്റിപ്പോകാം, 8 ശരിയാകാം. അതൊക്കെ ശരി തന്നെയാണ്. പിന്നെ താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ തെറ്റിപ്പോകാത്ത ആരും തന്നെ ഇല്ല. പരകാല പ്രഭാകർക്ക് തെറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ സഫോളജിസ്റ്റ് ആയിട്ടുള്ള താങ്കൾക്ക് അവരെയൊക്കെ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, യോഗേന്ദ്ര യാദവ് ഉണ്ട്. യോഗേന്ദ്ര യാദവ് ലോക്സഭയിലേക്ക് പറഞ്ഞത് ശരിയായി, പക്ഷേ ബീഹാർ നിയമസഭയിലേക്ക് പറഞ്ഞത് തെറ്റിപ്പോയി. ഞാൻ ബീഹാർ നിയമസഭയിലേക്ക് പറഞ്ഞത് കറക്റ്റാണ്. ഇനി അടുത്തത്, നിരവധി സ്ഥലങ്ങളിൽ ഇവർക്കെല്ലാം തെറ്റി, മനസ്സിലായോ? അപ്പോൾ തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. CP റാഷിദിനും തെറ്റിയിട്ടുണ്ട്, യോഗേന്ദ്ര യാദവിനും തെറ്റിയിട്ടുണ്ട്. വളരെ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ തവണ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞത് BJPക്ക് സീറ്റ് കൂടും എന്നാണ്. തെറ്റിപ്പോയില്ലേ? അപ്പോൾ അവരൊക്കെ പണി നിർത്തിയോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ താങ്കൾ കഴിഞ്ഞ തവണ CP റാഷിദ് 2024 തെറ്റി, പണി നിർത്താൻ പറ. അപ്പോൾ അത് താങ്കൾക്ക് പറയാൻ സൗകര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇതുപോലെയുള്ള യൂട്യൂബേഴ്സ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, തെറ്റായ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പിക്ക് ആൻഡ് ചൂസാണ്. അതായത് അവർക്ക് വേണ്ട ആളുകൾ അവർ വലുതാക്കും, അവർക്ക് വേണ്ടാത്ത ആളുകൾ അവർ എന്ത് ചെയ്യൂല, വലുതാക്കില്ല. ഇപ്പം തന്നെ മറുനാടൻ വീഡിയോ ചെയ്ത് റാഷിദിനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടാണ് റാഷിദ് ഇത്രയും പോപ്പുലറായത്. ഞാൻ അതിനു മുമ്പേ ഇത്തരം കൃത്യമായ എൻ്റെ പ്രഡിക്ഷൻസ് എല്ലാം തന്നെ എല്ലാ ചാനലുകളിലും കിടക്കുന്നുണ്ട്. കർണാടക ഇലക്ഷൻ നടന്നത്, അതുപോലെ തന്നെ ഈ പാലക്കാട് ഞാൻ റിസൾട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ഭൂരിപക്ഷമാണ് പ്രഡിക്റ്റ് ചെയ്തത്. 18,600 വോട്ടുകൾക്ക് മുകളിൽ ജയിക്കുമെന്നാണ്. 36,400 വോട്ടുകൾ നേടി ജയിക്കുമെന്നാണ് ഞാൻ പുതുപ്പള്ളിയിൽ പറഞ്ഞത്. കർണാടക ഇലക്ഷൻ ഞാൻ 130-നും 145-നും സീറ്റുകൾ കിടക്ക് നേടി കൃത്യമായി ജയിക്കുമെന്നാണ് ഞാൻ മാത്യു സാമുവലിൻ്റെ ചാനലിലിരുന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് താങ്കൾ ഈ പണി നിർത്തി പോകുന്നത് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, താങ്കളുടെ സിനിമ പൊട്ടി അപ്പം തന്നെ പണി നിർത്തി പോകണം, അല്ലെങ്കിൽ CP റാഷിദിനോട് 2024 പണി നിർത്താൻ പറയണം. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ. വിജയുടെ വിജയം പ്രഖ്യാപിച്ചത് ഒരേ ഒരു എക്സിറ്റ് പോൾ ഫലമാണ്. ബാക്കി എല്ലാവരും വിജയ്ക്ക് 13 സീറ്റ് പോൾ കിട്ടില്ല എന്ന് പറഞ്ഞത് 107 സീറ്റ് പിടിച്ച ആളാണ് വിജയ്. അപ്പോൾ എക്സിറ്റ് പോളിലൊന്നും യാതൊരു കാര്യം. ഇതൊക്കെ പുള്ളിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ അദ്ദേഹം പറയുന്നത് എക്സിറ്റ് പോളുകൾക്ക് തെറ്റുപറ്റാം, ഒരേ ഒരു എക്സിറ്റ് പോളാണ്. അതിന് തന്നെ പുള്ളിക്ക് പേരറിയില്ലെന്ന് തോന്നുന്നു. അത് ആക്സിസ് ബൈ ഇന്ത്യയാണ്. അതിൻ്റെ CMD ആയിട്ടുള്ള പ്രദീപ് ഗുപ്തയാണ്. അവരാണ് പുറത്തേക്ക് വിട്ടത്. ഈ എക്സിറ്റ് പോളിൽ കേരളത്തിൽ ഏതാണ്ട് 90 സീറ്റുകളും, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലേക്ക് എത്താൻ 120 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞതൊക്കെ അവരാണ്. അത് കറക്റ്റായി ഇത്തവണ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കേരളത്തിൽ നടത്തിയ സർവേ അത്ര പ്രോപ്പറാണെന്ന് പറയുന്ന വിശ്വാസം എനിക്കില്ല. കാരണം ഞാൻ ഈ പുള്ളി വെറുതെ എന്ത് ചെയ്യാണ്, മറ്റേ പരിപ്പ് പൊതിഞ്ഞുകൊണ്ടുവന്ന പേപ്പർ എടുത്ത് നോക്കിയിട്ട് കാര്യം പറയുന്ന ഒരാളല്ല. ഞാൻ ആ റിപ്പോർട്ടുകളെല്ലാം ഡീറ്റെയിലായി പഠിച്ചിട്ട് ഇവിടെ അവർക്ക് ചില മിസ്റ്റേക്കുകളുണ്ട് എന്ന് കണ്ടെത്തിയ ഒരാളാണ്. പക്ഷേ തമിഴ്നാട്ടിലെ സർവേ അവർ കുറച്ചുകൂടി ഗംഭീരമായി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാളാണ്. വിജയ് ഒരു 25% വോട്ട് കിട്ടാമെന്നുള്ളത് ഞാൻ തമിഴ്നാട്ടിൽ ഏതാണ്ട് ഒരാഴ്ച യാത്ര ചെയ്തിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10% കൂടി എന്നുള്ളതാണ് വാസ്തവം. 9% കൂടി, അത് കറക്റ്റാണ്. പക്ഷേ ജോസ് തോമസ് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേ ആക്സിസ് ബൈ ഇന്ത്യയും പ്രദീപ് ഗുപ്തയും 2024 ഇന്ത്യ ടുഡേയുടെ ഫ്ലോറിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അറിയുമോ ജോസ് തോമസ്? താങ്കൾക്ക് അറിയാമോ? താങ്കളൊന്നും എടുത്ത് നോക്ക്. വെറുതെ ഈ പറഞ്ഞ പോലെ കുറച്ച് വ്യൂവർഷിപ്പ് പാവപ്പടിച്ച ആളുകൾ വന്ന് കാണും എന്നുള്ളത് കൊണ്ടിട്ട് മാത്രമേ ഈ പറഞ്ഞ പോലെ വിവരക്കിടങ്ങ് തള്ളിപ്പറിച്ചാൽ പോരാ. താങ്കൾ കാണ് എന്തുകൊണ്ടാണ് കരഞ്ഞത്? അവരുടെ എക്സിറ്റ് പോളുകൾ മൊത്തം തെറ്റി. ആ തെറ്റിയെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ പടപടലം തകർന്നു. അവർ BJPക്ക് സീറ്റ് കൂടുമെന്നാണ് പറഞ്ഞത്, അത് തെറ്റിപ്പോയി. ഹരിയാനയിൽ തെറ്റി. അപ്പോൾ ഇത്തരത്തിൽ അവർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞത് ആ എക്സിറ്റ് പോൾ മാത്രമാണ്, അവർ മഹത്താണ്, CP റാഷിദ് മഹത്താണെന്നൊക്കെ പറയുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ളവരൊക്കെ ഈ നാട്ടിലുണ്ടാവും. അതൊന്നും കേട്ടിട്ട് എന്താണ്, രതീഷിൻ്റെയൊക്കെ ഈ പറഞ്ഞ പോലെ 1% പോലും ഒരു കുഴപ്പവും എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങോട്ട് കൃത്യമായി പറഞ്ഞോട്ടെ. അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. വളരെ റയറായി ചിലപ്പോൾ നമ്മളുടെ റീഡിങ്ങുകളൊക്കെ തെറ്റിപ്പോകാം. ഇത്തവണ അത് തെറ്റാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെ ഏറ്റവും അവസാനമായപ്പോൾ നമുക്ക് തോന്നിയിരുന്നു. ആ തോന്നിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് UDF 100 സീറ്റ് കടന്നാൽ ഇതായിരിക്കും സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു പോലും ഞാൻ വീഡിയോകൾ ചെയ്തത്. പക്ഷേ ഇത്തവണ എൻ്റെ രാഷ്ട്രീയ ബോധ്യവും നിലപാടും യഥാർത്ഥത്തിൽ ഇത്തരം പക്ഷത്തിനൊപ്പം നിൽക്കുക, അല്ലാതെ ഒരു കാരണവശാലും അവരെക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണമായിരിക്കില്ല വരാനിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ ഒരു വീഡിയോ ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ തംബ്നെയിൽ മാത്രമേ കണ്ടുള്ളൂ. സതീശന് കൂപ്പുകയും പിന്നെന്താണ് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്നൊക്കെ. അപ്പോൾ താങ്കളുടെ ധാർമ്മിക ബോധവും താങ്കളുടെ ഈ പറഞ്ഞ പോലെ ശരിയായ നിലപാടുകളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് കോൾമേർ കൊള്ളുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് ജോസ് തോമസ് ഒന്നും എൻ്റെ പണി നിർത്താൻ വേണ്ടി പറയണ്ട. താങ്കളുടെ പണി നിർത്തണമെന്ന് ഞാൻ പറയില്ല. ഇതുപോലെയുള്ള വിവരക്കേടുകൾ തുറന്നോളൂ. ഞാൻ എൻ്റെ പണി കൃത്യമായിട്ട് തുടരും എന്നുള്ളത് കൂടിയാണ് താങ്കളോട് പറയാനുള്ളത്. സത്യത്തിൽ താങ്കൾ എന്നെ വിമർശിച്ചുകൊണ്ടൊന്നും എനിക്ക് യാതൊരു പരാതിയുമില്ല. എൻ്റെ ഇത് തെറ്റിപ്പോയി എന്ന് താങ്കൾ പറഞ്ഞാലും ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യില്ല.
പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ പണി നിർത്തണം എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കൾ CP റാഷിദിനോട് 2024 ഈ പണി നിർത്തണമെന്ന് പറയേണ്ടതാണ്. താങ്കൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്തയോട്, അവർ 4000-5000 സ്റ്റാഫിനെ വെച്ചിട്ടാണ് ഇന്ത്യ മുഴുവൻ പഠിച്ചത്. ആ പഠിച്ചത് ഇന്ത്യ ടുഡേക്ക് വേണ്ടി പഠിച്ചാണ്. പണി നിർത്തണമെന്ന് പറയേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യ ടുഡേയോട് പണി നിർത്തണമെന്ന് പറയേണ്ടതാണ്. ഇതൊന്നും ഞാൻ ആക്സിസ് മൈ ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യ ടുഡേയെക്കുറിച്ചോ CP റാഷിദിനോട് ഞാൻ പറയില്ല. കാരണം പ്രവർത്തിക്കുന്നവർക്ക് ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവാം. ആ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകണം. ലോക്സഭയിൽ സുരേഷ് ഗോപി പരാജയപ്പെടുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷെ പരാജയപ്പെടാഞ്ഞപ്പോൾ എന്താണ് പറ്റിയത് എന്നുള്ളത് ഞാൻ കൃത്യമായി പഠിക്കുകയും ആ പഠിച്ചതിൻ്റെ ഒരു ഡാറ്റ ഷീറ്റ് കൃത്യമായി ഉണ്ടാക്കുകയും അവിടെ മാത്രം അഭൂതപൂർവമായിട്ടുള്ള വോട്ടിൽ വർധനമുണ്ടായി എന്ന് ഞാൻ കണ്ടെത്തുകയും അങ്ങനെ ആ വർധനമുണ്ടായതിനെക്കുറിച്ച് KM ഷാജഹാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിലും ഞാനാണത് ആദ്യം പറഞ്ഞത് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തെറ്റെന്തുകൊണ്ട് പറ്റിയെന്ന് കൃത്യമായി അനലൈസ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. താങ്കൾക്ക് മക്കളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്, പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ പറ്റും. അതുകൊണ്ട് ഉടനെ തന്നെ പണിനിർത്തി പോകണമെന്നല്ല. അങ്ങനെ പണിനിർത്തി പോകണമെങ്കിൽ എത്തരത്തിൽ സുന്ദരപുരുഷനും ശൃംഗാരവയലിലും ഒക്കെ എടുത്ത് അച്ഛൻ പണ്ടേ വീട്ടിൽ ഇരുന്നാലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ്. യോഗേന്ദ്ര യാദവിന് പരാജയപ്പെട്ടിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പ്രശാന്ത് കിഷോർ പരാജയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്സിസ് മൈ ഇന്ത്യ നിരവധി തവണ, വലിയ ഏജൻസിയാണ്, അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ലോകത്തങ്ങനെ 100% സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പ്രഡിക്ഷൻ ഏജൻസിയും ഇല്ല എന്നുള്ള വാസ്തവം മറച്ചു വെച്ചുകൊണ്ട് രതീഷ് ചക്രവാണിയോട് പണി നിർത്താനൊന്നും പറയാൻ ജോസ് തോമസ് ആയിട്ടില്ല എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു വെക്കേണ്ട ബഹുമാനപൂർവ്വം. അടുത്ത തവണ ഞാൻ ചുംബിക്കാൻ പോകുന്ന ഫോട്ടോ ഇട്ട് എന്നെ എന്ത് ചെയ്യരുത്, അപമാനിക്കരുത്. കുറച്ചുകൂടി നല്ല ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് തംബ്നെയിലും കൂടി വെച്ചാൽ ജോസ് തോമസിനോട് എന്ന് സ്നേഹം മാത്രം. പണി നിർത്തേണ്ട, തുടരുക. ഇത് ആളുകൾ നിർത്തിപ്പിച്ചില്ലെങ്കിൽ ഉറപ്പായും തുടരുക.